ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം, നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വാട്സാപ്പ് നമ്പറിൽ ചാറ്റ് അയയ്ക്കുക, ഇല്ലച്ചാ വെബ്സൈറ്റ് ഇല്ലാത്ത ഇമെയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഞാൻ റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിബ്ര, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഈ സമയത്ത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡെത്ത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് വാൻസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 8 ഓഫ് കപ്സ്. അപ്പോൾ ലീബ്ര, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം, ഓറൽസ് ഒരു റീകൺസിലിയേഷൻ ആയിരിക്കാം. പക്ഷേ ഇതൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ പേഴ്സൻ്റെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ. പറഞ്ഞ മാതിരി നിങ്ങൾ മേ ബി മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ മുമ്പേ കോണ്ടാക്റ്റിലായിരുന്നു, പിന്നെ കോണ്ടാക്ട് വിട്ടുപോയി, ആൻഡ് ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് മേ ബി മുമ്പേ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഇതൊരു റീകൺസിലിയേഷനും ആവാം. കറണ്ട് എനർജി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റെബിലിറ്റി ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. കുറേ പെൻറ്റിക്കിൾ എനർജീസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. പേജ് ഓഫ് സ്വോർഡ്സ് ഉണ്ട് ഇവിടെ. ഈ പേഴ്സന്റെ എനർജി ഹൈറോഫാന്റ്, സ്റ്റാർ. നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷനിൽ സ്ട്രെങ്ത്, ആൻഡ് ഇവിടെ 9 ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് കുറേ ക്യൂരിയസ് ആണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം. ഈ പേഴ്സൺ, അവരുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, എന്താണ് അവർ ചെയ്യണത്, എന്താണ് അവരുടെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്. ഈ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആണെന്ന് വെച്ചാൽ അവരുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് മുമ്പേ വെച്ചാൽ അതുണ്ടായാലും നിങ്ങൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താ ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്യണത്, ഇത്രയും കൊല്ലം എന്തായി, അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ഹൈറോഫാണ്ടും സ്റ്റാർ എനർജി ഉണ്ട്. ഇവർ ചില കേസസിൽ ഈ പേഴ്സൺ മാരിഡ് ആയിരുന്നു, ഓറൽസ് ഇപ്പോഴും മാരിഡ് ആയിരിക്കാം. ആൻഡ് എന്തോ ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. അതല്ല വെച്ചാൽ മേ ബി അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടാവും. അതായിരിക്കും അവരുടെ വിഷ് ഇവിടെ. ഈ പേഴ്സൺ സിംഗിൾ ആണെന്ന് വെച്ചാൽ മേ ബി അവർ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് നോക്കണത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് അവർക്ക് വേണ്ടത്. ആൻഡ് അവർക്ക് അതാണ് വിഷ്, അത് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അവർക്ക് വേണം. അതാണ് അവരുടെ വിഷ്. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. ഇവിടെ എനർജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്. പക്ഷെ ഇവിടെ ഒരു ലാക്ക് ഓഫ് സ്ട്രെങ്ത് ഉണ്ടാവും. നിങ്ങൾ രണ്ടാൾക്കും ഒരു പേടി ഉണ്ടാവും. എന്നുവെച്ചാൽ
മേ ബി ഈ സിറ്റുവേഷനിൽ ഒന്നും നടന്നില്ല, ഓറൽസ് അത് വർക്കൗട്ട് ചെയ്തില്ല, ഓറൽസ് നിങ്ങളുടെ പാസ്റ്റിൽ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു പേടിയുണ്ട് അത് ഇതെങ്ങനെയാ മുമ്പോട്ട് പോവാന്ന്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡെത്ത് ആണ്. ഇതൊരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു നോൺ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ അറിയുണ്ടാവും. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് മാതിരി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ലവേഴ്സ്, ജെമിനായി എനർജി. പക്ഷെ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നുണ്ട്. ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് എഫേർട്ട് ഇടണം എന്നുണ്ട്. 8 ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ. ഡെവിൽ ഉണ്ട് ഇവിടെ, കാപ്രിക്കോൺ എനർജി. ഈ പേഴ്സൺ കുറച്ചൊരു വർക്കഹോളിക് ടൈപ്പ് ഓഫ് പേഴ്സണും ആവാം. അതുകൊണ്ടുമായിരിക്കാം മേ ബി മുമ്പും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാത്തത്. അതല്ലച്ച ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അതും ആയിരിക്കാം. ഇവിടെ ഒരു ടോക്സിക് എലിമെന്റ് ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ കുറച്ചൊരു വർക്കഹോളിക് ആവാനും വഴിയുണ്ട്. ആൻഡ് ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട്. പക്ഷെ ഇവിടെ അവർ വർക്കഹോളിക് ആണ് വെച്ചാൽ അതൊരു പ്രശ്നമായിരിക്കാം, ഒരു ഇഷ്യൂ ആയിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾക്ക് ലവ് വേണം, നിങ്ങൾക്കൊരു ഇമോഷണലി ഓപ്പൺ റിലേഷൻഷിപ്പ് വേണം. ഈ പേഴ്സന്റെ എനർജിയിൽ ക്വീൻ ഓഫ് വോൺസ് ആണ്. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സണ് കുറെ പാഷൻ ഉണ്ട്, കുറെ ഡിറ്റർമിനേഷൻ ഉണ്ട്, കുറെ ഒരു 5 ഓഫ് വോൺസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഓക്കെ, 5 ഓഫ് വോൺസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവരുടെ ലൈഫിലാണോ തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിലാണോ ഒരു തേർഡ് പാർട്ടി ഉള്ളത്? എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് അൺസ്റ്റേബിളായി ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ ഹെർമിറ്റും പേജ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇവിടെ ആദ്യം ഒരു സെപ്പറേഷൻ ആണ്. മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാച്ചാലും ഈ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സന്റെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ആണ്. പറഞ്ഞാൽ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേട്ടിട്ടേ മുമ്പോട്ട് പോലൂ. പക്ഷെ ഹൈ പ്രീസ്റ്റസ് ആദ്യം ഒരു സെപ്പറേഷൻ തന്നെ എനർജിയാണ്. ഈ പേഴ്സന്റെ എനർജി 8 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സന്റെ സൈഡിൽ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് പറയാൻ പറ്റില്ല, ഒരു അൺഹാപ്പി എനർജിയാണ് 8 ഓഫ് കപ്സ്. അത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. വേൾഡ്, 6 ഓഫ് വോൺസ്. ഈ പേഴ്സന്റെ എനർജിയിൽ എന്താണ്? 8 ഓഫ് കപ്സ്, ടെമ്പറൻസ്. അപ്പൊ ഈ പേഴ്സന്റെ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടച്ചാ അവർ ആ പേഴ്സന്റെ അടുത്തുനിന്ന് വാക്ക് അവേ ആണ് ചെയ്യണത്. എന്തോ ഒരു എൻഡിങ് അവരുടെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. ആ എൻഡിങ്ങിന്റെ കാരണം അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യണത്. എനിവേ ആ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ ഇവിടെ അവർ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. ആ എൻഡിങ് കഴിഞ്ഞിട്ട് അവർ ഹീൽ ചെയ്യാൻ നോക്കണു. ആൻഡ് അത് കഴിഞ്ഞിട്ടും ഒരു സ്റ്റാഗ്നന്റ് എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് അത്ര ആക്ഷൻ അവർ എടുക്കാൻ റെഡി അല്ല. എന്നുവെച്ചാൽ അവർക്ക് കുറച്ച് സമയം എടുക്കും അതിന് പുറത്തു വരാൻ. നിങ്ങളുടെ സൈഡിൽ ഹൗവർ ഞാൻ കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ റെഡിയാണ് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളായിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. നിങ്ങളായിരിക്കും ഈ പേഴ്സണിന്റെ കൂടെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്യൂച്ചറിന്റെ കാര്യം നിങ്ങളായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുക. പ്രപ്പോസ് അല്ലാച്ചാൽ അറ്റ്ലീസ്റ്റ് അതിനെ കുറിച്ച് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ സൈഡിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഔട്ട്കം എന്താണ് ഇവിടെ? നിങ്ങൾ രണ്ടാളുടെയും ഔട്ട്കം 10 ഓഫ് വോൺസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ബാഗേജ് ഒക്കെ വിട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിലേക്കാണ് പോണത്. നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ ഇൻഡിപെൻഡൻ്റ്ലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും അതൊക്കെ തീരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വരണതും ഒരു ഡെസ്റ്റിനിയാണ്. ആൻഡ് നിങ്ങൾ പോണതും ഒരു ലവിങ് റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് മെസ്സേജസ്? ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ടോറസ്, എക്വേരിയസ്, കാപ്രിക്കോൺ. ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ. അപ്പോൾ അതാണ് മേജർ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലല്ല ഇപ്പോൾ? ഐ ഫീൽ യു ഇവൻ ദോ വി ആർ അപ്പാർട്ട്.
I wish I had treated you better. I hid who I really am from you. I knew exactly what I was doing. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. ബട്ട് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് റീഡിംഗ് വരെ ടേക്ക് കെയർ.